ഇന്ത്യക്കുള്ള ശിക്ഷയായി ശ്രീലങ്കയ്ക്ക് 10 റൺസ് കിട്ടി. ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിൽ ശ്രീലങ്ക ബാറ്റിങ്ങിനായി എത്തിയപ്പോൾ തന്നെ അവരുടെ സ്കോർ കാർഡിൽ 10 റൺസ് ആഡ് ചെയ്തിരുന്നു. ഇന്ത്യൻ ബാറ്റർമാർ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ കയറിയതിന് ശിക്ഷയായാണ് അവർക്ക് 10 റൺസ് കിട്ടിയത്. എന്താണ് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ? എങ്ങനെയാണ് അതിന് 10 റൺസ് കിട്ടിയത്? നമുക്ക് നോക്കാം. ക്രിക്കറ്റ് പിച്ചിൽ ഒരു പ്രത്യേക ഏരിയ സംരക്ഷിത മേഖലയാണ്. ക്രിക്കറ്റ് പിച്ച് മുഴുവനുമായും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക മേഖല അധിക കരുതലോടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഈ ഏരിയയിൽ വരുന്ന ചെറിയ ഒരു ഡാമേജ് പോലും ആ പിച്ചിന്റെ സ്വഭാവം മാറ്റി ആ മത്സരത്തിന്റെ ഗതിയെയും ഫലത്തെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കാൻ കെൽപ്പുള്ളവയാണ്. അതുകൊണ്ട് ബാറ്റർമാരും ഫീൽഡർമാരും എല്ലാം തന്നെ ആ ഏരിയയിലേക്ക് കടക്കുന്നത് വിലക്കപ്പെട്ടിരിക്കുകയാണ്. ഏതാണ് ഈ ഏരിയ? അത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെയാവും അടുത്ത ചോദ്യം. ഇതൊരു ക്രിക്കറ്റ് പിച്ചാണ്. ഇത് അതിന്റെ ടോപ്പ് വ്യൂ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഈ മഞ്ഞ ആരോ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന വെള്ളപ്പാടുകൾ കാണാം. ഈ വെള്ള അടയാളങ്ങൾ നിങ്ങൾ ഏത് ക്രിക്കറ്റ് പിച്ച് എടുത്ത് നോക്കിയാലും അതിലുണ്ടാവും. ഈ അടയാളങ്ങളാണ് പ്രൊട്ടക്റ്റഡ് ഏരിയ മാർക്കിങ്ങുകൾ. ഈ അടയാളങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ഇമാജിനറി ലൈനുകൾ വരച്ചാൽ അവ കൂടിച്ചേർന്നുണ്ടാകുന്ന ആ ഒരു ചതുരമാണ് പ്രൊട്ടക്റ്റഡ് ഏരിയ അഥവാ ഡേഞ്ചർ ഏരിയ. മുൻപ് പറഞ്ഞ പോലെ ബാറ്റർക്കായാലും ഫീൽഡർക്കായാലും കളി സമയത്ത് ഇങ്ങോട്ടേക്ക് കടക്കാൻ അനുവാദമില്ല. ഒരു കളിക്കാരൻ അങ്ങോട്ട് കടന്നാൽ ആദ്യമായും അവസാനമായും ഒരു വാർണിംഗ് ലഭിക്കും. അതിനുശേഷം ആ ടീമിലെ ഏത് കളിക്കാരൻ അങ്ങോട്ടേക്ക് കയറിയാലും 5 റൺസ് പെനാൽറ്റി എതിർ ടീമിന് ലഭിക്കും. ഈ കളിയിൽ ആദ്യ വാർണിംഗിന് ശേഷം 2 തവണ ഇന്ത്യൻ ബാറ്റർമാർ ആ ഏരിയയിലേക്ക് കടന്നതിനാലാണ് 5 10 റൺസ് പെനാൽറ്റിയായി ശ്രീലങ്കൻ ടീമിന്റെ സ്കോറിലേക്ക് ആഡ് ചെയ്തതും അവർ ബാറ്റ് ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ അവരുടെ സ്കോർ കാർഡിൽ 10 റൺസ് ഉണ്ടായിരുന്നത്.